ഹലോ ഗൈസ്, ഇന്ന് വൈകിട്ടത്തെ വിശേഷമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്ന വീഡിയോയിൽ. വൈകുന്നേരം ആയപ്പം ഓർത്തുന്ന കപ്പ വേവിച്ചു, അയലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കപ്പയൊക്കെ വേവിച്ച് ഞാൻ കുക്കറിനകത്താക്കി. മീൻ എളുപ്പം അതിൽ വെട്ടിക്കൊണ്ടുവന്നുകൊണ്ട് വെട്ടാൻ ഒത്തിരി സമയമൊന്നും എടുത്തില്ല. അത് വൃത്തിയായിട്ടെല്ലാം കഴുകി സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പിന്നെ ക്യാമറ ഒന്ന് പിടിക്കണം, മീൻകറി ഒന്ന് ഉണ്ടാക്കുന്നതൊന്ന് പിടിക്കണം, ഇതെല്ലാം ഒറ്റ കൈ കൊണ്ട് വേണം ഞാൻ ചെയ്യാനായിട്ട്. അവളോട് അതൊക്കെ ചെയ്തു തരാൻ പറഞ്ഞാൽ അവൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും പോവും. അപ്പം പിന്നെ ഞാൻ ഓർക്കും, എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്, നമുക്ക് തന്നെ അങ്ങ് ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ചെയ്യുന്നത്. ഇതിലെന്തെങ്കിലുമൊക്കെ അപാകതകൾ കാണും. അത് കണ്ടുകൊണ്ട് തന്നെ ഇത് പറയരുത്, കളിയാക്കുകയൊന്നും ചെയ്യരുത്. മീൻകറി ഉണ്ടാക്കുന്നതൊക്കെ സ്പീഡിലാണ് എടുക്കുന്നത്. അയലയാണ് മേടിച്ചത്. അപ്പം ആദ്യമേ തന്നെ കുക്കറിനകത്ത് ഞാൻ കപ്പയങ്ങ് വേവിച്ച് വെച്ചു. അതിന് എന്തോ ഒരു കട്ട് പോലെ ഉണ്ട്. അപ്പോൾ ആദ്യമേ ഞാനത് തിളപ്പിച്ചൂറ്റി കളഞ്ഞിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെ ഞാൻ കുക്കറിനകത്തിട്ട് അത് വേവിച്ചങ്ങിട്ട് ഞാൻ തേങ്ങ ഇടത്തില്ല, മീൻകറി ഉണ്ടല്ലോ. അപ്പം പിന്നെ തേങ്ങ ഇടേണ്ട കാര്യമില്ല, അതുകൊണ്ട് അങ്ങനെ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് കുട്ടൂസിന് ഓടി വന്നു. അവനെ കുറച്ച് നേരം അവനോട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അവന് വിശക്കുന്നു ഈ പറയുന്നേ. അവൻ ഈ മീനിൻ്റെ മണമൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. എനിക്കൊന്നുമില്ല അമ്മേ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയില്ല, നീ പോയിട്ട് വാ, ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കാമെന്ന് പറയുമ്പോൾ ഉടനെ കുലുക്കി അങ്ങ് പോവും. പിന്നെ ഞാനതിനകത്ത് കുടംപുളിയാണ് സാധാരണ ഞാൻ മീൻകറിക്ക് ഇടുന്നത്. പക്ഷെ കുടംപുളി ഇല്ലായിരുന്നതുകൊണ്ട് ഞാനിപ്പം വാളംപുളി പിഴിഞ്ഞൊഴിക്കാം. പക്ഷെ ഞങ്ങളുടെ ഇവിടെ ഒന്നും അങ്ങനെ വാളംപുളി ഇട്ട് വെക്കത്തില്ല. ഞാനും ഇങ്ങനെ യൂട്യൂബിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വാളംപുളി അങ്ങനെ പിഴിഞ്ഞൊഴിച്ച് മീൻ കറിയാക്കിയത്. മീൻകറിയെല്ലാം അത് തിളച്ച് കഴിഞ്ഞ് അതിനകത്ത് മീനിടാമല്ലോ എന്ന് വിചാരിച്ച് അതിനി അങ്ങ് അടച്ചങ്ങ് വെച്ചു. വെച്ചതിന് ശേഷം ഞാൻ കപ്പ പിന്നെ അതെടുത്തങ്ങ് കുഴയ്ക്കുമായിരുന്നു. അതിങ്ങനെ കുഴച്ച് കരിയാപ്പില മാത്രം ഇട്ട് കുഴച്ച് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ടാണ് അത് കുഴയ്ക്കുന്നത്. കുഴയ്ക്കുമ്പോൾ അതിനകത്ത് കുഴയ്ക്കുന്ന ഇതെടുത്ത് ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. അതങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അത് ഞാൻ ഇപ്പം തിന്ന് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനതങ്ങനെ എടുത്തത്. അതിന് ശേഷം മീനെല്ലാം തിളച്ചു. അപ്പം മോളും അവിടെ കസിൻ ബ്രദറും എല്ലാം കൂടെ വൈകിട്ടത്തേക്ക് വന്ന് കുട്ടൂസിനെ കളിപ്പിക്കാൻ വേണ്ടി ഒക്കെ വന്നു. അപ്പം മീൻ കറി വെച്ചുകൊണ്ടിരുന്നു.